ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടനയുടെ പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമില്ല. പിന്തുണ തരാതിരിക്കുന്നത് വലിയ ഗുണം ചെയ്യും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സുന്നി സംഘടനകളുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുമായി യാതൊരു യോജിപ്പും ഇല്ലാത്തവരാണ് അവർ. ജമാഅത്തെ ഇസ്ലാമി ഏത് ക്യാമ്പിൽ നിൽക്കുന്നോ അതിന്റെ എതിർ ക്യാമ്പിലേ അവർ നിൽക്കുള്ളൂ. യാതൊരു കോംപ്രമൈസും ഇല്ലാതെ ജമാഅത്തെ ഇസ്ലാമിനെ എതിർക്കുന്ന സംഘടനകളാണ് സുന്നി സംഘടനകൾ. പരമ്പരാഗതമായി വല്ല വോട്ടും സുന്നി സംഘടനകൾക്ക് കിട്ടിക്കൊണ്ടിരുന്നുവെങ്കിൽ അത് ഈ തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെടും. രണ്ട്, ഇവിടുത്തെ പൊതുസമൂഹം ഈ പിന്തുണ പ്രഖ്യാപനത്തിന്റെ പേരിൽ ട്രഡീഷണലായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ടുകൾ നഷ്ടപ്പെടും. ഭൂരിപക്ഷ സമുദായത്തിൽ നിന്നൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ടുകളും ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ പ്രഖ്യാപനം കൊണ്ട് നഷ്ടപ്പെടും. ഞങ്ങൾ ഇതേക്കുറിച്ച് ഒരേ അഭിപ്രായമാണ്. ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടനയുടെ പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമില്ല. ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടനയുടെ പിന്തുണ ഞങ്ങൾക്ക് വേണം എന്ന് UDF ഒരു കാലത്തും പറഞ്ഞിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമിയുമായി ഉള്ള ലീഗിന്റെ ബന്ധം എന്നുള്ളത് ഇപ്പൊ തുടങ്ങിയതല്ല. അതായത് ഞങ്ങൾ ശിഹാബ് കാലം തൊട്ട് തന്നെ മുസ്ലിം കോഴിക്കോട് കേന്ദ്രീകരിച്ചുകൊണ്ട് സൗഹൃദ വേദി, നിങ്ങളൊക്കെ കാണുന്നുണ്ടാവും, സൗഹൃദ വേദി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. അത് മുസ്ലിംകളിലെ തന്നെ എല്ലാ വിഭാഗങ്ങളെയും യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു മുന്നേറ്റമാണ്. അത് മുസ്ലിംകളുടെ പൊതുവായ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾ, മറ്റ് സാമൂഹികമായിട്ടുള്ള വിഷയങ്ങൾ എന്നപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ ഒരു യോജിച്ച ഇതാവശ്യമാണ്. അപ്പോൾ അതൊക്കെ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി സൗഹൃദ വേദി രൂപീകരിച്ചു. അതങ്ങനെ തുടർന്ന് വരുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്ത കാലത്തായിട്ട് ജമാഅത്തെ ഇസ്ലാമി മുസ്ലിമുമായിട്ട് യോജിക്കുന്ന, അതായത് ജനാധിപത്യ മുന്നണിക്ക് അവരുടെ വോട്ടുകൾ നൽകാൻ അവർ തയ്യാറാകുന്നുണ്ട്. അതിന് നമുക്ക് നിഷേധിക്കേണ്ട കാര്യമില്ലല്ലോ.